1000-ഓളം വരുന്ന പോലീസ് സേനയെയാണ് പാലക്കാട് കളക്ടറേറ്റിൽ വിന്യസിച്ചിട്ടുള്ളതെന്ന് DGP KP ബാലഗോപാലൻ അറിയിച്ചു. അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. NV കൃഷ്ണവാര്യർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ NV സ്മാരക സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി മാധവി കുട്ടിക്ക്. നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥാസംഹാരത്തിനാണ് ഈ 2 ഡോറും ഒന്നിച്ച് പൊളിക്കും. 6 പേരടങ്ങുന്ന NST ടീമാണ് ഇവിടെ വരുന്നത്. ഈസിയായിട്ട് കയറും. അത് റിസ്ക് അല്ലേ? അവരുടെ കയ്യിലുള്ള എക്സ്പ്ലോസീവ്സ് അതാണ് എൻ്റെ കാര്യം. കളക്ടർ റിലീസ് ചെയ്യാൻ അവർക്ക് 1 മിനിറ്റ് പോലും വേണ്ട. വെരി ക്വിക്ക്. പിന്നെ നിതീഷിനോടൊപ്പം നമ്മുടെ പോലീസ് ഫോഴ്സും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യും. 4 ഡെഡ് ബോഡീസ് അകത്ത് വീഴാൻ സാറി പറഞ്ഞ 1 മിനിറ്റ് മതി. DSP തോമസ് മുള്ളഗിരി സർ. ചീഫ് സെക്രട്ടറി വിളിച്ചിരുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കളക്ടർ സേഫാണ് സാർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ സർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ. ഫ്രാൻസിസ് സർ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഇത് ഒരു ലീഗൽ മീഡിയേഷനാണ്. അതിനിടയിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവാനേ പാടില്ല. ഇല്ല, ഒരിക്കലുമില്ല സാർ. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെയധികം കോൺഷ്യസ് ആണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള പരിപൂർണ പിന്തുണ സാറിനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഷുവർ. ഞാൻ അഡ്വക്കേറ്റ് ജയപാലനാണ്. വാതിൽ തുറക്കൂ. പോലീസുകാരെങ്കിലും വരില്ല. ഞാൻ അത് കുഴപ്പമില്ല. എന്താ പേര്? അറിയണം നിർബന്ധമുണ്ടോ? പരസ്പര വിശ്വാസത്തിന് അത് നല്ലതല്ലേ? ബാലു, കല്ലാർ ബാലു. കളക്ടർ എവിടെ? കുട്ടി, ഞാൻ അഡ്വക്കേറ്റ് ജയപാലൻ. വരാൻ അല്പം വൈകി. ഐ ആം സോറി. നോ പ്രോബ്ലം സാർ. ചീഫ് സെക്രട്ടറി പറഞ്ഞു സാർ വരുന്നു. ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ലേ? വീട്ടിലേക്ക് വിളിക്കാനൊക്കെ സാധിച്ചോ? പറ്റി. ഗുഡ്. സാറേ ഇരിക്കെ. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. പറയൂ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു നിയമസാധുത ഉണ്ടാകണം. ഈ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് അത് ഉറപ്പുവരുത്തണം. ഇതിന് വ്യക്തമായൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു നിയമനിർമ്മാണത്തെയാണ്. അതിലിടപെടാൻ നിയമപരമായിട്ട് അധികാരം ഒരു കോടതിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നടക്കണമെങ്കിൽ നിയമപരമായ ഒരുപാട് സങ്കീർണതകളുണ്ട്. എങ്കിൽ ഈ ചർച്ച തുടരുന്നതിൽ കാര്യമില്ല. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ബാലു, ആദിവാസി മേഖലയിൽ സർക്കാർ ഇന്നേ വരെ ചെലവ് ചെയ്ത പണത്തിൻ്റെ മൊത്തം കണക്ക് അടുത്ത മണിക്കൂറിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബി പ്രാക്ടിക്കൽ. അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നാണോ സാറ് പറയുന്നത്? നടക്കില്ല എന്നല്ല പറഞ്ഞു, സമയമെടുക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന മീഡിയേറ്ററാണ് ഞാൻ. പറയൂ ജയപാലൻ. ഹൗസ് അജയ്? കലക്ടർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹിസ് ഫൈൻ. അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ഭാര്യയുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഗുഡ്. കലക്ടറുടെ സേഫ് റിലീസ്, അതാണ് നമ്മുടെ പ്രയോറിറ്റി. ഞാൻ അവരോട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഡിമാൻഡുകൾ നടപ്പിലാക്കാനുള്ള കാലതാമസത്തെക്കുറിച്ച് ഞാൻ അവരെ ധരിപ്പിച്ചിട്ടുമുണ്ട്. കളക്ടറെ മോചിപ്പിക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ. ബട്ട് ഓൺലി ഓൺ വൺ കണ്ടീഷൻ. അവരുടെ ഡിമാൻഡുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കാമെന്ന് സർക്കാർ ഒരു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ഉറപ്പ് കൊടുക്കണം. ജയപാലൻ, ജില്ലാ ജഡ്ജി ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഏർപ്പാടാക്കും? അതിന് ഹൈക്കോടതി രജിസ്ട്രാറിന്റെ പെർമിഷനൊക്കെ വാങ്ങണം. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. കാര്യങ്ങൾ അടിയന്തരമായി തീർപ്പാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് വലിയ അർത്ഥമില്ല. താല്പര്യം ഇല്ലെന്നല്ല പറഞ്ഞത്, അതിൻ്റെ സാങ്കേതികതയാണ് പ്രശ്നം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എനിവേ, ഞാൻ ക്രൈസിസ് മാനേജ്മെന്റ് ടീമോട് ആലോചിച്ചിട്ട് തിരികെ വിളിക്കാം. ഓക്കെ. ആരാണ് ജില്ലാ ജഡ്ജി? സർ, ജസ്റ്റിസ് തങ്കപ്പനാചാര്യ സർ. The NSG team has landed in Coimbatore. അവരുടനെ പാലക്കാട്ടേക്ക് പുറപ്പെട്ടില്ലേ? അതെ. അതിനുള്ളിൽ ജില്ലാ ജഡ്ജി കോൺടാക്ട് ചെയ്യണം.
സർ ഹൈക്കോടതി രജിസ്റ്റർ ഞാൻ വിളിച്ചോളാം സർ. ഓക്കെ. അങ്ങനെയാണോ? ആരാപ്പാ അവിടെ? മൂപ്പരെങ്ങനെ വിളിച്ചാൽ വരുമോ? ഷുവർ സർ. ഉചിതമായ തീരുമാനങ്ങൾ എന്താച്ചാ എടുക്കാൻ വൈകണ്ട. ഇപ്പം തന്നെ നമ്മൾ വൈകി. അതെ. NSG team has already arrived in Coimbatore. Sir, you please take rest. We will update you. സർ തങ്കപ്പനാചാരി സർ. ഹലോ, ജസ്റ്റിസ് തങ്കപ്പനാചാരി. നമസ്കാരം. പറയൂ സാർ. ജസ്റ്റിസ് ആചാര്യയുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം നിങ്ങളെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഓക്കെ. ജഡ്ജിയും കൂടെ വരണം. അടുത്ത ബ്ലോക്കല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. പറ്റില്ല സാർ, ഞങ്ങൾക്ക് ശരിയാവില്ല. അത് ഇനി ഒരു തർക്ക വിഷയമാക്കണ്ട. നമുക്ക് ബഹുമാനപ്പെട്ട ജഡ്ജിയോടും റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, പ്ലീസ്. ഇത് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ പരിപാടി? കീഴടങ്ങാന്നുള്ളതാണ്. NSG ടീം എവിടെ എത്തി? In another 30 minutes അവർ വാളയാറെത്തും. 12 മണിക്കൂർ നാടിനെ മുൾമുനയിൽ നിർത്തിയ പാലക്കാട് കളക്ടറേറ്റിലെ ബന്ദി സമരത്തിന് ഇതോടെ വിരാമമാവുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ മധ്യസ്ഥതയിൽ അഡ്വക്കേറ്റ് ജയപാലൻ അയ്യങ്കാളിപ്പടയുടെ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കുറച്ച് പേരെ കൂടി അകത്തേക്ക് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. ഓക്കെ. യെസ് സാർ. വരും. സർ, ഞാൻ മാലിന്യെ വിളിച്ചിട്ടുണ്ട്. ഇங்கே முடிச்சிடுவாங்க எல்லாத்தையும். ഇനി ഇതെല്ലാം കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുക. അതുകൊണ്ട് ലെറ്റ് us concentrate on follow up action. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് NSG ടീം പാലക്കാട്ട് എത്തണമെന്നാണ്. യുവർ ഓണർ, ഞാൻ അഡ്വക്കേറ്റ് ജയപാലൻ, സർക്കാർ നിയോഗിച്ച മീഡിയേറ്ററാണ്. കാര്യങ്ങളെല്ലാം വിശദമായി ഞാൻ ഇവരോട് സംസാരിച്ചിരുന്നു. അയ്യങ്കാളിപ്പട എന്നാണ് ഇവരുടെ സംഘടനയുടെ പേര്. അതാണ് ഇവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റി. അല്ല, എന്താണ് നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത്? അല്ല, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ നിയമം നിലവിൽ വന്നിട്ട് 21 കൊല്ലമായി. ഇത്രയും കൊല്ലം മാറി മാറി ഭരിച്ച സർക്കാരുകൾ ആദിവാസി ഗോത്ര സമൂഹങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിയമം ഉപയോഗിച്ചത്. സാറേ, വലിയ വലിയ എസ്റ്റേറ്റ് കമ്പനികൾക്ക് തീരെ എഴുതി കൊടുത്തിരിക്കുന്ന ഹെക്ടർ കണക്കിന് സ്ഥലങ്ങൾ അതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് ഭൂമിയില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിന് പകരം ആദിവാസികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം, അതിന്റെ ഭാഗമാണ് സാർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ നിയമ ഭേദഗതി. ഇത് തിരുത്തിയേ മതിയാവും സാർ. അതുകൊണ്ടാണ് ഈ അനീതിക്കെതിരെ ജീവൻ പണയം വെച്ചും ഞങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങിയത്. അതിനോട് ജീവഹാനി സംഭവിച്ചില്ലല്ലോ. അതോടൊക്കെ ഞാൻ ചീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം സമയം ചോദിച്ചിട്ടുണ്ട് സാർ. ഈ സമയം എടുക്കുമല്ലോ. ഈ ഫയൽസൊക്കെ എവിടെയാണെന്ന് തപ്പിയെടുക്കണ്ടേ? ഏതായാലും നിങ്ങളുടെ ആവശ്യങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ഞാൻ ചീഫ് സെക്രട്ടറിക്കും രജിസ്ട്രാർക്കും സമർപ്പിക്കാം. പോരെ? ഇവർക്ക് ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട് യുവർ ഓണർ. എന്താണ് പുതിയ ഡിമാൻഡ്? ഇവരെ 4 പേരെയും പോകാൻ അനുവദിക്കണം. ഒരു തരത്തിലുള്ള പോലീസ് നടപടി അതാണ് അവരുടെ ലാസ്റ്റ് ഡിമാൻഡ്. അതെങ്ങനെ ശരിയാവും? ഇവരുടെ കയ്യിൽ തോക്കും ബോംബും മറ്റും മാരകായുധങ്ങളുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. സാർ, ആ ആയുധങ്ങളെല്ലാം ഒറിജിനൽ അല്ല സാർ. ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് പൈപ്പുകളും വയറുകളും മാത്രമേ ഉള്ളൂ. ഇതൊരു കളിത്തോക്ക് മാത്രമാണ്. ഇത് വേണമെങ്കിൽ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതാ, പൊട്ടത്തൊന്നുമില്ല. എല്ലാം വെറുതെ പൈപ്പും വയറും. എല്ലാവരും നോക്കൂ, പരിശോധിച്ചോളൂ. നമുക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ഈ പ്രൊസീജിയർ പൂർത്തിയാക്കുക. എവറിത്തിങ് ഓൺ പേപ്പർ. അതിന് എന്താണ് വേണ്ടത്? സർ, എന്തായാലും ഒരു എൻക്വയറി കമ്മീഷൻ വേണ്ടി വരും സർ. യു മീൻ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ? നോ 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 അത് സമയമെടുക്കും. കേരളത്തിൽ 1% മാത്രം വരുന്ന ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണിത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും അടിയന്തര ശ്രദ്ധ കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. വ്യക്തിപരമായി കളക്ടറോട് മാത്രമാണ്
ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കാനുള്ളത്. എനിക്കിനി ചോദിക്കാനുള്ളത് കളക്ടറോടാ. പറയൂ. യുവർ ഓണർ, ഞാൻ ഇവരുടെ രീതികൾ ശരിയാണെന്ന് പറയില്ല. പക്ഷേ ഇവർ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. ഞാൻ കാര്യങ്ങൾ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിച്ചു. അങ്ങനെ പരാതി ഉണ്ടോ? ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. ഇവരെ വിട്ടയക്കുന്നതിനെതിരെ പോലീസിന് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? DGP പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സംശയമൊന്നും വേണ്ട. സർ, നിലവിൽ കാഷ്വാലിറ്റികളൊന്നും ഇല്ലെന്നിരിക്കെ പോലീസ് നടപടികളൊന്നും വേണ്ടെന്നാണ് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം. എങ്കിൽ പിന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളക്ടർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടും IG പറഞ്ഞ പോലെ ഈ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ടും എതിർഭാഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ മാത്രം മാനിച്ചുകൊണ്ട് ഇവരെ പോകാൻ അനുവദിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയെടുത്തത്. എന്നാൽ നമുക്ക് പിരിയാം, എനിക്കും കുറച്ച് പണിയുണ്ട്. സാർ, അങ്ങ് തന്ന ഉറപ്പുകളെല്ലാം നടപ്പിലാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാവോ? അതൊക്കെ ഫേക്ക് ആയിരുന്നു സാർ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് NSG ടീമിനെ തിരിച്ചയക്കാം. നാട് മുഴുവൻ ശ്രദ്ധിച്ച ഈ ആക്ഷനിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യമിട്ടത്? നിങ്ങളുടെ പേര് വിവരങ്ങളൊന്ന് വെളിപ്പെടുത്താമോ? അയ്യങ്കാളിപ്പടയുടെ പ്രസ്താവന ഇത് മർദ്ദിതരുടെ ബലപ്രയോഗം. 21 വർഷത്തെ നിയമത്തട്ടിപ്പിലൂടെ ആദിവാസികളെ അതുവഴി കേരളത്തിലെ മുഴുവൻ മർദ്ദിതരെയും വഞ്ചിച്ച സവർണ ദല്ലാൽ ഭരണകൂടത്തിന്റെ നെറികെട്ട ഇടതു വലത് നടത്തിപ്പുകാർക്കെതിരെയുള്ള താക്കീത്. ഭരണഘടനയിൽ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ആദിവാസി ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും വ്യവസ്ഥയോടും നീതി പുലർത്തണം. മർദ്ദിതരായ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ബന്ദിയാക്കിയവരെ വെറുതെ വിട്ടു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മീഡിയയും പറയുന്നു. അവരെ വിട്ടയച്ചത് ധാർമ്മിക മര്യാദയാണ് എന്ന് മാത്രം മനസ്സിലാക്കി. അത് അനുവദിച്ചത് ജില്ലാ ജഡ്ജിയാണ്. പ്ലീസ് ട്രസ്റ്റ് മീ. സ്വാഭാവികമായും അത് അനുസരിക്കുക മാത്രമേ അപ്പോൾ നമുക്ക് ചെയ്യാൻ. സ്പ്രെഡ് ആയിട്ട് കൊളുത്തി പോട്ടാங்க ഒന്നിനെ വളർന്നു. നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും നീതി പുലർത്തുന്ന പ്രസിദ്ധമായ സൂക്തമുണ്ട്. എല്ലാ പിന്തിരിപ്പന്മാരും കടലാസ് പുലികളാണ്. അത് ഞങ്ങൾ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇത് നൂറുണ്ടയും ഇത് പ്ലാസ്റ്റിക് പൈപ്പുകൾ മാത്രം, ഒരു സാധനമില്ല. അടിക്കുക പോലും என்ன சிகாடு போட்டுருவாங்கன்னு நினைக்கிறேன்டா. ഓ യൂരാ എന്താ പറ്റിയേ? അച്ഛനെ തനിക്ക് ചിലപ്പോൾ പോലീസുകാരൊക്കെ വീട്ടിൽ വരും കേട്ടോ. നമ്മൾ പേടിക്കല്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ. പോലീസ് ഭരണകൂടത്തിനെതിരെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഞങ്ങളെ വേട്ടയാടുന്നത്. ഈ പോരാട്ടം നിലക്കില്ല, ഒരിക്കലും നിലക്കില്ല. പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഓടിക്കിട്ടേ ഇരുപ്പാங்க. അന്യാധീനപ്പെട്ട ഭൂമിക്കായുള്ള അപേക്ഷകളുമൊക്കെ സർക്കാർ ലാവണങ്ങളിലും ഫയലുകളിലും പൊടിയും പൂപ്പലും പിടിച്ചിരിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടാവണം. അനീതിക്കെതിരായ പോരാട്ടം എന്നും ഉണ്ടാവും. ഞാൻ എല്ലാം അതിന് ചാലശക്തികളാവും. അത് സത്യമാണ്.
ഞാനതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നമുക്ക് സ്റ്റാർട്ടിങ് പേസിയിരുന്നല്ലോ എന്നടാ കുടിയൊഴിക്കപ്പെടുന്ന ചവിട്ടി മെതിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ആകുലതയും പ്രതിഷേധവുമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. മനുഷ്യന്റെ സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കാത്ത ഏതൊരു ഭരണവ്യവസ്ഥയും അതിൻ്റെ നിയമങ്ങളും ചോദ്യം ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഗവൺമെൻറ് ஓ சரியாகலையா? லைட் ஃபுட்டேஜ்லாம் செம்ம கனெக்ட் பண்ணி ஸோ படம் நம்ம இதுக்கு முன்னாடி ரெவல்யூஷன் படம் தான் பார்த்தோமா, ஜனகணமன லூசி. இது இந்த படம் பார்த்தா அந்த கேஸ் அது என்னதான் கேஸ் கொடு, கொஞ்சம் போப்பன் தான் என்னதான் கேஸ் கொடு, ஜனகணமன. அதுக்கப்புறம் வந்து ஒரு ரெவல்யூஷனரி மூவியாக நம்ம இப்போ பார்த்தப்பறம் மெசேஜ் நிறைய கஷ்டத்தை காட்டினது. அண்ட் இவங்க 4 பேரோட ஆக்டிங் ஸ்டார்டிங் வேற லெவல், சரியான சீக்வன்ஸ், அழகான ஸ்க்ரீன் பிளே. இன்டர்மிஷன் வந்து தெரியலடா. ஆமாம், சொல்லவே முடியல. லைக் வந்து அவங்களோட கோரிக்கையை கரெக்டாக அது ப்ரொடெஸ்ட் பண்ணி இது பண்ணிட்டாங்க. ஆனால் இன்னமும் ஓடிட்டு தான் இருக்காங்க. கரெக்டான இது கிடைக்கல, அதுதான் வருத்தமாக இருக்கு. கடைசியில் அந்த ஆக்ட் பாஸ் ஆகிடும் நினச்சிருந்தேன். அந்த ஜட்ஜ் ஒரு லுக்கு கொடுத்தாரு. அவர் யார் தான் மஞ்சுமல் பாய்ஸில் இந்த லூஸ் அடியாடான்னு ஒருத்தர் சொல்லுவாங்க. அவரோட பையன், அவரோட அப்பா ஜட்ஜி ஜட்ஜி. ஆமாம். ஸோ ஆனால் நிறைய விஷயம் பயங்கரமாக இருந்ததுடா இப்போ. பட்டு நம்ம ஒருத்தருக்கு வந்து சாரி கேட்டுக்கணும்ல, யார் 53 கமெண்ட் பண்ணார். நல்லா இருந்தது இந்த மாதிரி. சாரி ஆமாம், சஜஷனுக்கு ஒருத்து தான் செம்மையாக இருந்துச்சு படம் உண்மையிலே. ஆனால் இந்த மாதிரி ஏன் சஜஸ்ட் பண்ண மாட்டாங்க என்னன்னு தெரியல. சிஐடி மூசா ஓட்டா மும்பை. சிஐடி மூசா வந்து இங்கே தமிழில் டப்பாய் வந்துச்சு. ஸோ பார்த்துடும். அதனால் அது எப்படி ஆல்ரெடி பார்த்தாச்சு. ஸோ எல்லாரோட ஜோஜோது யாருமே வேஸ்ட் ஆகல. என்ன எனக்கு ஷைன் டாம் சாக்கு தான் கொஞ்சம் ரிலீஸ் பண்ணலன்னு இருந்தது. பட் ஆனால் அவரும் ஒரு சீன் வந்து அதே மாதிரி இந்திரன்ஸும் நானும் பெருசாக உள்ளே போய் ஏதோ பண்ண போகிறேன். இந்திரன்ஸு நம்ம மாட்டிக்கு போகிறோம், வாங்க கிளம்பலாம் அப்படின்ட்டு அந்த மாதிரி தான். நான் என்ன யோசிச்சுருந்தேன், அவர் உள்ளே போயிட்டு நான் மனித வெடிக்கிட்ட போது எதாவது பண்ணுற போகிறாரு, நானும் வெளியில் இவங்களோட ஆள் நினைக்கிறேன் அப்படின்னு சொன்னல. கட்சியில் பிரகாஷ் ராஜ் ஃபோன் பண்ணி எல்லாம் பிளான் பண்ணி போச்சு, அடுத்த ஸ்டெப் மூவ் பண்ணலாம். ஆனால் பார்த்தியா எல்லார் மேலேயும் அந்த கலெக்டரை வந்து ட்ரான்ஸ்ஃபர் பண்ணிட்டாங்க. அந்த ஜட்ஜி மேலே வந்து ப்ரொமோஷன் கிடைக்கல, அவர் ஸ்டாப் பண்ணிட்டாங்க. இவரு நம்ம தலைவர் நெகோசியேட்டர் அவர் மேலே கேஸ் போட்டாங்க. நீங்கள் முடிஞ்சா பார்த்துக்கலாம், நானே லாயர் என்கிட்டே உங்களாம் எல்லாம் முடிவு பார்த்துக்க அப்படின்னு. அந்த தாத்தா பாட்டியோட ஸ்டோரியில் ஏதோ இருக்குன்னு நினைக்கிறேன். உங்கள் பாஸ்ட் அப்படியே ஏதோ யோசிச்சா மாதிரி இல்லை. பவர் இந்த மாதிரி ஒரு அவன் பையன் இறந்துட்டான்னு சொன்னாங்க. அப்போ இவங்க மூஞ்சி மாறிச்சு. ஆமாம், அது அந்த சீன் எனக்கும் புரியல. ஏன்னா ஸ்டார்டிங்கில் குஞ்சக பாபன் வந்து ஏதோ பஸ்ஸை எரிச்சிட்டதா ப்ராட்டஸ்ட் பண்ணா அந்த மாதிரி போலீஸ் பேசினாங்க. ஸோ அது எதுனா இல்லை சொல்லுவாங்கன்னு நினச்சேன். அது ஒன்று என்னன்னா ஈஸியாக முடிக்க வேண்டிய ஒரு மேட்ரு, ஒரு சைனில் முடிக்க வேண்டிய மேட்ரை எவ்வளோ நாள் இழுத்து அடிக்கிறாங்க. இவங்க வந்து இப்படி பண்ணாதான் வேலை பார்ப்பாங்கிற மாதிரி இருந்துச்சு அந்த 2 கேரக்டரோட அப்பியரன்ஸ். கலெக்டருமே சரி அவ்வளோ
பிரச்சனை இருக்கும்போது கொஞ்சம் வேலை இருக்கு டீனா பார்த்துருவேன். ஆனால் இன்னொரு சீன் இவர் வந்து ஒரு ரூல் சொல்லுவார், நான் சொல்கிறேன்ட்டு ப்ரொஃபஸர் இறங்க வருவார். 1960 ஆடி தம்பி 1957 3 வருஷம் முன்னாடி ஆடி தம்பி நானே ப்ரொஃபஸர் என்கிட்ட வந்து சொல்கிற பற்றியா. அதுக்கப்புறம் இவரு பற்றியா அதுக்கப்புறம் கூட இன்னொரு ஆக்ட் கூட பாஸ் ஆச்சு 1960 அப்புறம் கூட. டேய் நாங்கள் எல்லாத்தையும் ரிசர்ச் பண்ணிட்டு தான் வந்திருக்கோம் அப்படின்ற மாதிரி செம்மையாக இருந்தது. எனக்கு தெரிஞ்சு அந்த பாத்ரூம்ல வெடிச்ச பாம்பு இருக்குல்ல, அது வந்து நாட்டு வெடிகுண்டு கூட கிடையாது, நம்ம இந்த லட்சுமி வெடியில் இருக்க பவுடர்லாம் எடுத்து போட்டு வெடிச்சிருக்காங்க. அது வந்து டக்குன்னு அவங்க நினைக்கும் போது வெடியில உள்ள போனாரு இவரு ஜோதி சாச்சி டைமிங் பாமாச்சு. அவங்க 3 பேரும் திரும்பி அவரை பார்த்தாங்க போன வச்சு. ஆனால் நல்லா ப்ரொஜெக்ட் பண்ணியிருந்தாங்க. லைக் வந்து எல்லாமே பாரு. எனக்கு ஸ்டார்டிங் தான் ரொம்ப பிடிச்சிருந்துச்சு. இங்கே காட்டினாங்க அங்கே காட்டினாங்க இங்கே காட்டினாங்க கரெக்டாக எல்லாரும் அப்படியே ஒன்றா வந்து நடந்து போனாங்கல்ல, செம்மையாக இருந்துச்சு. சூப்பராக இருந்துச்சு படம். பார்க்கலாம் இந்த மாதிரி மூவிலாம் நிறைய சொல்லுங்க. ஆமாம். ஸோ நம்ம இந்த வாரம் படம் ஒரு ரெவல்யூஷனரி மூவி பார்த்தோம். ஸோ மறுபடியும் நம்ம இன்னொரு ரெவல்யூஷன் மூவி ரியாக்ஷன் சஜஸ்ட் பண்ணுங்க. எஸ் அன்டில் தென் திஸ் இஸ் எடி வெற்றி பரத் சைனிங் ஆஃப்.